ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ, അതിഹൃദ്യമാണല്ലോ. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ തോളോട് തോൾ ചേർന്ന് നടന്ന പ്രിയ ശിഷ്യനായിരുന്നു ലിയോ. കാലങ്ങൾ കടന്നുപോയി. ഫ്രാൻസിസ് പാപ്പയ്ക്ക് ശേഷം കാലം കാത്തിരുന്ന പിൻഗാമിയാണ് ലിയോ 14 പാപ്പ. ഇങ്ങനെ ഒരു ഫ്രാൻസിസിന് ശേഷം ഒരു ലിയോ കാലത്തിന് തികവിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു പിന്തുടർച്ചയുണ്ട് എന്നുള്ളതിൽ വ്യക്തമുണ്ട്. കാരണം ലിയോ 14 പാപ്പ തൻ്റെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ദിവസവും തൻ്റെ സ്ഥാനിക ചിഹ്നങ്ങൾ സ്വീകരിച്ച ആ ദിവസവുമൊക്കെ പറയാൻ ആവർത്തിച്ചതും പറഞ്ഞുകൊണ്ടിരുന്നതുമായ ഒരേ ഒരു കാര്യം സമാധാനത്തെക്കുറിച്ചാണ്. ലോകത്തിൽ രാജ്യങ്ങൾ തമ്മിലും മനുഷ്യഹൃദയത്തിലും സമാധാനം നിറയണമെന്നും ആ സമാധാനം നിറയുന്നിടത്ത് ദൈവത്തിൻ്റെ സ്നേഹമുണ്ടെന്നും പാപ്പ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനം ലോകത്തിലെല്ലായിടത്തും ഉണ്ടാകണമെന്ന് ഒരാൾ ആവർത്തിച്ച് സഭയുടെ സ്വരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സമാധാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ധിതനായ ക്രിസ്തു നൽകിയതാണ്. ആ നൽകിയ വാക്കുകളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയും, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. സമാധാനം തരുന്നു എന്നല്ല, എൻ്റെ സമാധാനം. അതിലാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കുന്നത്. സമാധാനം എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് കണ്ടെത്തേണ്ട ഒരിടമല്ല, ക്രിസ്തുവിൽ കണ്ടെത്തേണ്ടതാണ് സമാധാനം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് യേശുവിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത. യേശുവിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത അവിടെ സ്നേഹം മാത്രമേ നിഴലിക്കുകയുള്ളൂ, അവിടെ സന്തോഷം മാത്രമേ നിഴലിക്കുകയുള്ളൂ, അവിടെ അവരിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ നിഴലിക്കുകയുള്ളൂ. പലയിടത്തും യുദ്ധങ്ങളാണ്. അശാന്തി നിറഞ്ഞ ലോകത്തിലേക്ക് നമ്മളൊക്കെ ഓരോ നാളുകളും എടുത്തു വച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുണ്ടായ പ്രശ്നം ഏറെ നമ്മളെ വേദനിപ്പിച്ചതാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും മരിച്ചു വീഴുന്നത് മനുഷ്യരാണല്ലോ. ജീവന് വില കൊടുത്ത ഒരു നാഥൻ ഈ ഭൂമിയിൽ പിറന്നു വീണപ്പോൾ മാലാഖമാർ പാടിയതും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ഉദ്ധിതനായ ക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും ഉദ്ധാനം ചെയ്യുന്നതിന് മുമ്പും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിക്ക് സമാധാനം നൽകാൻ വന്ന സമാധാനത്തിൻ്റെ ദൂതൻ ഈ ഭൂമിയിൽ വല്ലാണ്ട് വെല്ലുവിളിക്കപ്പെടുന്നുണ്ട്. പരസ്പരം യുദ്ധം ചെയ്യുമ്പോഴും പരസ്പരം കലഹിക്കുമ്പോഴും കൊന്നൊടുക്കണമെന്നും നശിപ്പിക്കണമെന്നും ചിന്തിക്കുമ്പോഴും അവിടെയൊക്കെ നമ്മളൊക്കെ ഓരോ ദിവ്യബലി മധ്യയും കരങ്ങൾ കൂപ്പി തൊട്ടടുത്ത് നിൽക്കുന്ന അപരനെ നോക്കി സമാധാനം സമാധാനം എന്ന് പറയുമ്പോൾ ആ സമാധാനം ലോകത്തിൻ്റെ സമാധാനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത് നിൽക്കുന്ന അപരൻ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും എൻ്റെ ഉള്ളിലെ സമാധാനം നിൻ്റെ ഉള്ളിലും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിറയട്ടെ എന്ന വലിയ പ്രാർത്ഥനയാണ് ആ ദിവ്യബലി മധ്യേ നാമൊക്കെ അനുസ്മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യക്തികളിൽ മാത്രമല്ല, ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂമി മുഴുവനും ആ സമാധാനം പകരേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. യുദ്ധങ്ങൾ നടന്ന സമയത്ത് പരസ്പരം എല്ലാവരും പറഞ്ഞത് നമ്മളെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും തിരിച്ചടിക്കുമെന്നാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ നിലപാടതല്ലായിരുന്നല്ലോ. തന്നെ അടിച്ചവനോട് മറുചൂടം കാണിച്ചു കൊടുക്കുവാനും തന്നെ വേദനിപ്പിച്ചവനോട് 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഉള്ളിൽ അവരനോടുള്ള സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കഥ ഓർമ്മിപ്പിച്ച ഒരു ക്രിസ്തു ഉണ്ടായിരുന്നു. അങ്ങനെ ആ ക്രിസ്തുവിൻ്റെ പിന്നാലെ കാലടികൾ വെച്ച് നടക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു കാര്യം ഇന്ന് വ്യക്തമാണ്, അങ്ങനെ ജീവിച്ച മനുഷ്യരൊക്കെ ഈ ഭൂമിയിൽ മഹാത്മാക്കളാണ്. ക്രിസ്തുവിൻ്റെ ആ മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ട മഹാത്മാഗാന്ധി അഹിംസയുടെ പാഠം ഈ ഭൂമിക്ക് പഠിപ്പിച്ചപ്പോൾ, ആയുധങ്ങൾ വെടിഞ്ഞ ഒരു സമാധാനത്തിൻ്റെ പാഠം ഈ ഭൂമിക്ക് പഠിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ ലോകം വിളിച്ചത് മഹാത്മാവെന്നാണ്. അങ്ങനെയൊക്കെ ആകാതിരിക്കാൻ വഴിയില്ലല്ലോ. ക്രിസ്തു ഈ ഭൂമിക്ക് പഠിപ്പിച്ചു കൊടുത്ത മനോഹരമായ സമാധാനത്തിൻ്റെ പാഠം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. അവരെ ഓർത്തുള്ള വേവലാതിയും സ്നേഹവും ഉള്ളിൽ നിറയട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ശത്രുസ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ, മുദ്രാവാക്യമാണല്ലോ. ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ, അതിഹൃദ്യമാണല്ലോ. ശത്രുസ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ, മുദ്രാവാക്യമാണല്ലോ. ശത്രുവേയും മിത്രമാക്കാൻ
ശക്തമാണല്ലോ, അതിഹൃദ്യമാണല്ലോ. കണ്ണിനു പകരം കണ്ണല്ല, പല്ലിനു പകരം പല്ലല്ല. കണ്ണിനു പകരം കണ്ണല്ല, പല്ലിനു പകരം പല്ലല്ല. സ്നേഹമാകും ആയുധത്താൽ വൈരിയെ നേടാം. താതനേറ്റം ഇഷ്ടമുള്ള മക്കളായിടാം, ഒന്നായി ചേർന്നു വാണിടാം. ശത്രുസ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ, മുദ്രാവാക്യമാണല്ലോ. ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ, അതിഹൃദ്യമാണല്ലോ. വലതു കരണത്തടിപ്പോന് ഇടത് കരണം കാട്ടേണം. വലതു കരണത്തടിപ്പോന് ഇടതു കരണം കാട്ടേണം. സഹനമേറും ജീവിതത്താൽ മഹിമയാർന്നിടാം. ക്രൂശിതന്റെ കൂടെ നിൽക്കാം, മാപ്പു നൽകിടാം, കൃത്തിൽ സ്ഥാനമേകിടാം. ശത്രുസ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ, മുദ്രാവാക്യമാണല്ലോ. ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ, അതിഹൃദ്യമാണല്ലോ. ശത്രുസ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ, മുദ്രാവാക്യമാണല്ലോ. ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ, അതിഹൃദ്യമാണല്ലോ.